നമസ്കാരം. കഞ്ഞീറ്റ് പാസ്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് പോളണ്ടിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മീറ്റ് ഫാക്ടറിയിൽ ഒരു പാക്കിംഗ് ജോബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വേക്കൻസി കണ്ടു. നമ്മളൊരു 5, 6 മലയാളികളുണ്ട്. അപ്പോൾ അപേക്ഷിച്ചു. ഞങ്ങളത് അപ്ലൈ ചെയ്തു. അപ്പോൾ അവർ ഓഫീസിൽ നിന്ന് വിളിപ്പിച്ചു. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഫില്ല് ചെയ്തു. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ഞങ്ങളൊരു വണ്ടിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾ റെഡിയായി നിന്നോളൂ. അങ്ങനെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് റെഡിയായിട്ട് നിന്നു. കാരണം ഒരു ജോലി കിട്ടാൻ പോവല്ലേ. ആ സമയത്ത് തന്നെ അവർ കറക്റ്റ് വണ്ടിയായിട്ട് വന്നു. എല്ലാവരും ബാഗൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറിയിരുന്നു. നല്ല ലോങ് യാത്രയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. അക്കോമഡേഷനിൽ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ട്ടോ. അതായത് ഒരു ഗംഭീര സെറ്റപ്പ് റൂമാണ്. പുതിയ ബെഡ്, ബാത്റൂം, കിച്ചൺ എല്ലാ പാത്രങ്ങളും, യൂട്ടിലിറ്റീസ് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഒന്നിനൊരു കുറവില്ല. ഗംഭീര റൂം, ചൂടുവെള്ളം, മറ്റേ പരിപാടികൾ അടിപൊളി. നമ്മളിത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം റൂമൊക്കെ ഇങ്ങനെ അങ്ങ് കമ്പനി ഇതിൽ സെറ്റപ്പ് ആയിരിക്കുമല്ലോ. അങ്ങനെ ആ ഒരു ത്രില്ലിൽ നമ്മൾ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകണം. അന്ന് എത്തിയ ദിവസം നമുക്ക് റെസ്റ്റാണ്. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് അവിടെ കമ്പനിയിൽ പോയി. അങ്ങനെ നമ്മൾ ആ ഒരു ഫാക്ടറിയിലെത്തി. അപ്പോൾ അവിടുത്തെ ജോലി എന്ന് പറയുന്നത് പാക്കിംഗ് ജോലിയാണല്ലോ. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഓഫീസിലെത്തിയപ്പോൾ അവർ നമുക്ക് പുതിയ ഐഡി കാർഡൊക്കെ തന്നു. അപ്പോൾ അതിലൊരു ലേഡി വന്നിട്ട് നമുക്കൊരു ക്യാബിനൊക്കെ കാണിച്ചു തന്നു. ഇതാണ് നിങ്ങളുടെ ക്യാബിൻ. അപ്പോൾ ലോക്ക് ഉണ്ടാവും. നിങ്ങൾ ഡ്രസ്സൊക്കെ ഇതിൽ വെക്കുക. ഫോണും എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വെക്കണം. ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ മറ്റൊരു ലേഡി വന്നിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തരികയാണ്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമുക്ക് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. ശരിക്കും നമ്മൾ ഈ നിപ്പയൊക്കെ ബാധിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇടുന്ന ഡ്രസ്സില്ലേ, വെള്ള കളറ് ഫുൾ അത് തന്നെ, ആ സെയിം ഡ്രസ്സ് തന്നെ. അതാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഫുൾ കംപ്ലീറ്റ് ഇട്ടപ്പോൾ മനസ്സിലായത്. അതായത് 2 ഗ്ലൗ ഉണ്ടാവും. പിന്നെ കാല് ഷൂ എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത്തുള്ള ഷൂ ആട്ടോ. നമ്മളെ മുട്ടിൻ്റെ താഴെയില്ല അവിടെയൊക്കെ വരെ എത്തുന്ന ഒരു ഷൂ ആണ്. അതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മറ്റേ യന്ത്രമനുഷ്യൻ പോകുന്ന പോലെയാണ് പോവുക. കാരണം ഈ ഡ്രസ്സൊന്നും ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണ് നടക്കുന്നത്. അവിടെയൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. അങ്ങനെ അവർ ജോലി എന്ന് പറഞ്ഞാൽ പാക്കിംഗ് അല്ലേ. അപ്പം പ്രശ്നമില്ല. അപ്പം അവർ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് പാടാണ് മീറ്റ് കാണിച്ചത്. അതായത് എല്ലാ മീറ്റും ഉണ്ട് കേട്ടോ. ചിക്കൻ ഉണ്ട്, മറ്റേ പന്നി, ബീഫ് എല്ലാ അവിടെ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന മീറ്റുകളൊക്കെ ഉണ്ട്. അത് ഈ സോസേജ് ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയും കൂടിയാണ്. സോസേജ് അങ്ങനെ ഈ മീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടാക്കും. അവിടെ എത്തിയപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവർ പറയാണ് ഈ മീറ്റ് അവിടെ പാക്കിംഗ് അല്ല, പാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ പറ്റിച്ചതാണ്. അതായത് വലിയ 10-20 കിലോ ഉള്ള വെയിറ്റ് ഉള്ള മീറ്റ് ഉണ്ടാവും. ഇത്രയുണ്ട്. അത് എടുത്തിട്ട് ലോഡിംഗ് ആണ്. അത് കടത്തണം. ഫസ്റ്റ് എനിക്ക് പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അത് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പം എൻ്റെ കൂടെയുള്ള കുറച്ച് ടീമിനെ ഈ വെയിറ്റ് എടുപ്പിക്കും. ഞാൻ ആദ്യത്തെ 2ൽ ട്രൈ ചെയ്തു. പക്ഷെങ്കിൽ പറ്റുന്നില്ല. പിന്നെ അവർ കൊണ്ടുപോയത് ഒരു ഈ സോസേജും ഇതൊക്കെ എടുക്കുന്ന ഒരു ടൈപ്പ് ഇതാണ്. അതെടുത്ത് കൊണ്ടുവെക്കണം. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാണ്. അപ്പം ഫസ്റ്റ് ദിവസം തന്നെ നമ്മളൊരു 6 പേരുണ്ടായിരുന്നു. 4 പേര് അവർ സ്റ്റോപ്പ് ചെയ്തു. അവർ പറഞ്ഞു പറ്റില്ല. ഇങ്ങനെയൊന്നും പണിയെടുത്ത് നമ്മൾ നാട്ടിൽ പോവില്ല. കാരണം നമ്മുടെ ശരീരവും എല്ലാം തീരും. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അമ്മാതിരി പണിയാണ് അവിടെ എടുപ്പിക്കുന്നത്. അവർ നമ്മളെ പാക്കിംഗ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വെയിറ്റ് എടുപ്പിക്കലും ഹെവി ജോബാണ് അവിടെ. വെയിറ്റ് എടുക്കുക, നമ്മളെ ശരീരം നമ്മളെ പിഴിഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. ഞാനും പിന്നെ മറ്റൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്നു. അപ്പം നമ്മള് എന്താ പറയാ, നമ്മള് 2ാമത്തെ ദിവസം കൂടി പോവാന്ന് വിചാരിച്ചു. കാരണം കടമൊക്കെ ആലോചിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയ കടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വീട്ടണ്ടേ. അപ്പൊ എങ്ങനെയെങ്കിലും 2ാം ദിവസം കൂടി പോവാം. മറ്റവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേര് അവര് റൂമിൽ തന്നെ ഇരുന്നു. പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് എന്താ പറയാ, കൈവേദന കാലുവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. ഞങ്ങള് 2ാം ദിവസം പോയി. 2ാം ദിവസം പോയപ്പോൾ പിന്നെ ഇതിലും വലിയ ഹെവി പണി കേട്ടോ. അയ്യോ! അങ്ങനെ അവിടുന്ന് ഞങ്ങള് 2ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞു. ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഞങ്ങളെല്ലാവരും ഡിസ്കഷനാണ് പറ്റുന്നില്ല എന്നുള്ളത്. പിന്നെ ഇവരെന്താ പറയുക, ഇവര് പറയുന്നുണ്ട് പറയാതെ ഒന്നും പോവരുത്. പിന്നെ അവര് പറഞ്ഞു ഞങ്ങള് ഈ പകുതി പണി നമ്മള് നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 പേരൊക്കെ അവര് പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു. പിന്നെ ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്തു. പിറ്റേ ദിവസം എങ്ങനെയും അവിടുന്ന് മുങ്ങാം. അതായത് അവിടുന്ന് നാട് വിടുക എന്നുള്ള ഒരു പരിപാടി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളത്. കാരണം ഇവര് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അഗ്രിമെന്റ്. അതെന്താന്ന് ഇപ്പോഴും ആലോചിച്ചാൽ മനസ്സിലായില്ല. അങ്ങനെ നമ്മളെല്ലാം രാവിലെ കുളിച്ച് റെഡിയായി എല്ലാം പാക്ക് ചെയ്ത് നടക്കുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഇവരുടെ ഏജന്റിനെ ഒരാൾ കണ്ടു. അയാൾ വിളിച്ചിട്ട് മറ്റേ ആളെ അറിയിച്ചു. പുള്ളി ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാതെ ആ നാട്ടിൽ നിന്ന്, കാരണം അവരുടെ ഭാഷ അവരുടെ ആൾക്കാരല്ലേ, അവിടുന്ന് വേഗം രക്ഷപ്പെടുക. അങ്ങനെ പെട്ടെന്നൊരു എവിടെ ഞങ്ങൾ ട്രോളി എടുത്ത് ഞങ്ങൾ ഒരു എത്രയോ കിലോമീറ്റർ നടന്നു കേട്ടോ.
അങ്ങനെ നടന്ന് ഒരു ബസ് സ്റ്റോപ്പിലെത്തി. അവിടുന്ന് ബസ് അവിടുന്ന് ഇവിടെ ഇല്ല, വേറൊരു സ്ഥലത്തുണ്ട്. അവിടെ ബസ്സൊക്കെ വരും. അവിടെ പോണംന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി. അവിടുന്ന് ബസ്സൊക്കെ ടിക്കറ്റ് എടുത്തു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. ഇങ്ങനെ കുറേ കഥകളുണ്ട് പോളണ്ടിലേക്ക്. ഇഷ്ടം പോലെ കഥകളുണ്ട്. കാരണം നമ്മള് പുറത്ത് പോയി എല്ലാവരും വിചാരിക്കും അടിപൊളി പെട്ടെന്ന് രക്ഷപ്പെടുന്നെന്ന്. പക്ഷെ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. എപ്പോഴും പുറത്തേക്കൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. എന്തും നിങ്ങള് പ്രത്യേകിച്ച് എന്താ പറയാ, ഈ പൈസയൊക്കെ ഇടപാട് നടത്തുന്ന സമയത്ത് നമ്മളെപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാം. അടുത്ത ഒരു എപ്പിസോഡിൽ കൂടുതൽ കഥകളൊക്കെയായിട്ട് നമ്മളും, ഇതൊക്കെ റിയൽ സ്റ്റോറി ആട്ടോ, ഇതൊന്നും ഉണ്ടാക്കി പറയുന്ന കഥകളല്ല. ഇതൊക്കെ ഒറിജിനൽ നടന്ന, എൻ്റെ ലൈഫിൽ നടന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത കുറേ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.